നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ നിറവിൽ ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. മലാപ്പറമ്പ് AUP സ്കൂളിന്റെ പുനർനിർമ്മാണ ജോലികൾ ആരംഭിച്ചു. വെള്ളവും വെളിച്ചവുമില്ലാതെ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ്. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ നിറവിൽ ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. വിശ്വാസ സമൂഹം പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഏറ്റവും വിശുദ്ധമായി കാണുന്ന ദിനമാണിത്. കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ ശരീരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽത്തതായി ക്രൈസ്തവർ വിശ്വസിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിൽ റോമിലെ ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ദിനത്തെ വിളിച്ചിരുന്നത് ആനന്ദത്തിന്റെ ഞായർ എന്നായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന് കേന്ദ്രമർമ്മമായ പുനരുദ്ധാനത്തെ അനുസ്മരിപ്പിക്കുന്ന ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നൊരാൾ പറയുമ്പോൾ സത്യം സത്യമാണ്, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് മറ്റുള്ളവർ പ്രവചിക്കുമായിരുന്നത്രേ. യേശുവിന്റെ കൽവരിയിലെ കുരിശുമരണത്തിന്റെ വിശുദ്ധമായ ഓർമ്മയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ദുഃഖവെള്ളി. കല്ലറയിൽ അടക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റ ദിവസത്തെയാണ് ഈസ്റ്ററായി വിശ്വാസികൾ കരുതപ്പെടുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങളും പീഡനാനുഭവ വായനയും യേശുവിന്റെ സഹനത്തിൽ പങ്കുപറ്റിയും വിശ്വാസ സമൂഹം പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഏറ്റവും വിശുദ്ധമായി ആചരിക്കുന്ന ദിനമാണ് ഈസ്റ്റർ. മലാപ്പറമ്പ് AUP സ്കൂളിന്റെ പുനർനിർമ്മാണ ജോലികൾ ആരംഭിച്ചു. 5 ലക്ഷം രൂപ സമാഹരിച്ച് ദിവസങ്ങൾക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നാണ് സൂചന. മലാപ്പറമ്പ് AUP സ്കൂൾ കെട്ടിടത്തിന്റെ പുനർനിർമ്മാണ ജോലികൾ ആരംഭിച്ചു. പൊളിച്ച കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ വെള്ളിയാഴ്ച നീക്കി. ഉരാളുങ്കൽ ലാബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് രൂപരേഖ തയ്യാറാക്കി നിർമ്മാണ ജോലി ഏറ്റെടുത്തത്. JCB ഉപയോഗിച്ച് ഇടച്ചു നിരത്തിയ കെട്ടിടം പഴയ മാതൃകയിലായിരിക്കും നിർമ്മിക്കുക. നിർമ്മാണത്തിന് വിവിധ സംഘടനകളും വ്യക്തികളും ധനസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 5 ലക്ഷം രൂപയെങ്കിലും സമാഹരിച്ച് ദിവസങ്ങൾക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുമെന്നാണ് സൂചന. ഇതിനിടെ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വെള്ളവും വെളിച്ചവുമില്ലാതെ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം തൊഴിലാളികളും ഉപഭോക്താക്കളും ഒരുപോലെ ബുദ്ധിമുട്ടുന്നു. അസൌകര്യങ്ങളുടെ നടുവിലാണ് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തൊഴിലാളികളെയും ജനങ്ങളെയും ഒരുപോലെ വലയ്ക്കുന്നത്. ഉപയോഗശൂന്യമായ പ്രധാന പ്രവേശന കവാടം മുതൽ തുടങ്ങുന്നു സൌകര്യക്കുറവ്. ഐസ് ബ്ലോക്ക് ഉരുകിയൊലിക്കുന്ന വെള്ളം ടൈൽസ് പാകിയ തറയിലാണെത്തുന്നത്. മിനുസമുള്ള തറയിൽ ജലാംശം കൂടിയെത്തുമ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. മഴ പെയ്താൽ പിന്നെ മാർക്കറ്റിനകത്ത് കയറാൻ പറ്റാത്ത സ്ഥിതിയാണ്. മഴവെള്ളം ഡ്രെയിനേജിലേക്ക് നേരിട്ട് ഒഴുക്കുന്ന സംവിധാനം വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. മാർക്കറ്റ് കോർപ്പറേഷൻ അടുത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. കാരണം വെച്ചാൽ നോവുച്ചാലുകൾ, രണ്ടാമെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ വൃത്തികേട്, മാർക്കറ്റ് ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷനിലെ പണിക്കാരാദ്യം 8 ആളുണ്ടായിരുന്നു, ഇപ്പം 4 ആളുള്ളത്. ഇതിൽ വൃത്തികേട് മാർക്കറ്റിനകത്ത് ഒരുപാട് സംബന്ധിച്ച പോലെ പണിക്കാർ കുറവാണ്. പിന്നെ പറഞ്ഞാൽ മാർക്കറ്റ് അനാവസ്ഥ പറയാൻ വെച്ചാൽ പല രൂപത്തിലുണ്ട്. ചില വ്യക്തികൾ മീൻ വെക്കുന്നത് മോശം രൂപത്തിലുണ്ട്. വെച്ചാൽ വില കുറഞ്ഞ മീനുണ്ട്, വില കൂടിയ മീനുണ്ട്. ഇന്നിപ്പോൾ അയക്കുറക്കെന്ന് പറഞ്ഞാൽ 800 റുപ്യക്കാണ്. ആ സാധനത്തിന് 400 റുപ്യക്ക് അയക്കുറ കിട്ടുള്ള വകുപ്പുണ്ട്. പക്ഷെ മീൻ നന്നാവോ മോശമാവോ പറയാൻ പറ്റില്ല. ഈ കയറി വരുന്ന വ്യക്തികളും കുറ്റം പറയാം, വിൽക്കുന്ന വ്യക്തികളെയും കുറ്റം പറയാൻ പറ്റുള്ളൂ. വൈദ്യുതിയും വെള്ളവുമില്ലാതെയാണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. വാടകയ്ക്ക് കൊടുത്ത മുറികളിൽ മാത്രമാണ് വെള്ളവും വെളിച്ചവും എത്തുന്നത്. പൈപ്പ് കണക്ഷൻ ഉണ്ടെങ്കിലും കാറ്റ് മാത്രമാണ് തൊഴിലാളികൾക്ക് കിട്ടുന്നത്. വെളുപ്പിനെയുള്ള മൊത്തവ്യാപാരം കഴിഞ്ഞാൽ മാർക്കറ്റിനെ സജീവമാക്കി നിർത്തുന്നത് ചെറുകിട കച്ചവടക്കാരാണ്. താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ മേൽക്കൂരയ്ക്ക് കീഴിലാണ് ഇവരുടെ കച്ചവടം. വെയിലും മഴയും ഏൽക്കാതെ സൌകര്യപ്രദമായി തൊഴിൽ ചെയ്യാൻ സ്ഥിരമായൊരു സംവിധാനം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. വിഷുവിന്റെ പിറ്റേ ദിവസം തന്നെ ഓരോ നല്ല നല്ല ആദായത്തിൽ കൊടുക്കുന്ന ഷോപ്പുകളൊക്കെ കൺസ്യൂമർ ഫെഡിന്റെ മറ്റുള്ളതൊക്കെ അടച്ചു പൂട്ടിക്കാം. അങ്ങനെ ജനങ്ങളെ വലയ്ക്കുന്ന രൂപത്തിലുള്ള സർക്കാർ അപ്പം അധികാരത്തിലുള്ളത്. അതുകൊണ്ട് ഈ മാർക്കറ്റിൽ കോർപ്പറേഷൻ ആയതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളിപ്പോൾ അത്യാവശ്യം സ്പീഡിലാണ് പണി നടക്കുന്നത്. അതുകൊണ്ട് വൃത്തിയായി പോകുന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ആരംഭിച്ച നവീകരണ പ്രവൃത്തികളാണ് മത്സ്യവ്യാപാരികളുടെ പ്രതീക്ഷ. ക്യാമറാമാൻ നസ്രുൽ ഹക്കിനൊപ്പം ഷഹസാദി, ടൈം ന്യൂസ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തത് സുദേവൻ സംവിധാനം ചെയ്ത ക്രൈം നമ്പർ 89. മികച്ച രണ്ടാമത്തെ ചിത്രം അനിൽ രാധാകൃഷ്ണ മേനോൻ സംവിധാനം ചെയ്ത നോർത്ത് 24 കാതം. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച കഥാചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുദേവൻ സംവിധാനം ചെയ്ത ക്രൈം നമ്പർ 89 ആണ്.
മികച്ച രണ്ടാമത്തെ ചിത്രം അനിൽ രാധാകൃഷ്ണ മേനോൻ സംവിധാനം ചെയ്ത നോർത്ത് 24 കാതം. ആർട്ടിസ്റ്റിന്റെ സംവിധായകൻ ശ്യാമപ്രസാദിനാണ് ഇത്തവണത്തെ മികച്ച സംവിധായകന്റെ അവാർഡ്. മികച്ച നടനുള്ള അവാർഡുകൾ രണ്ടുപേരാണ് പങ്കിട്ടെടുത്തത്. ആർട്ടിസ്റ്റ് എന്ന സിനിമയിൽ ഫഹദ് ഫാസിലിനും അയാൾ സക്കരയുടെ ഗർഭിണികൾ എന്ന ചിത്രത്തിൽ ലാലിനുമാണ്. മികച്ച നടിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻ അഗസ്റ്റിൻ. ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിലെ അഭിനയമാണ് ആൻ അഗസ്റ്റിനെ അവാർഡിലേക്ക് എത്തിച്ചത്. മികച്ച രണ്ടാമത്തെ നടി ലെന. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, കന്യക ടാക്സ് തുടങ്ങിയ ചിത്രങ്ങളാണ് ലെനയെ അവാർഡിന് അർഹയാക്കിയത്. മികച്ച ഹാസ്യ നടൻ സുരാജ് വഞ്ഞാറമൂട്. ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്, പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടികളും എന്ന ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് അവാർഡ്. മികച്ച രണ്ടാമത്തെ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രൈം നമ്പർ 89 അഭിനയിച്ച അശോകാണ്. മികച്ച ബാലതാരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫിലിപ്സ് ആൻഡ് മങ്കിപ്പനിൽ അഭിനയിച്ച സനൂപ് സന്തോഷും 5 സുന്ദരികളിൽ അഭിനയിച്ച ബേബി അനിതയുമാണ് അവാർഡിന് അർഹരായത്. മികച്ച കഥാകൃത്തായി അനൂഷ് അൻവറും മികച്ച ഛായാഗ്രാഹകരായി സുജിത് വാസുദേവും തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച കഥാകൃത്തായി ബോബിയും സഞ്ജയ് എന്നിവർ അർഹരായി. മികച്ച സംഗീത സംവിധാനത്തിനുള്ള അവാർഡ് നടൻ എന്ന സിനിമയിൽ ഔസേപ്പച്ചന് ലഭിച്ചു. മികച്ച പശ്ചാത്തല സംഗീത സംവിധാനത്തിനുള്ള അവാർഡ് ബിജിബാലനാണ് ലഭിച്ചത്. മികച്ച പിന്നണി ഗായകൻ കാർത്തിക്. ഒറീസ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കാർത്തികിനെ അവാർഡിന് അർഹനാക്കിയത്. മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. ചിത്രം നടൻ. മികച്ച ജനപ്രീതി നേടിയ ചിത്രമായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രത്യേക ജൂറി പരാമർശത്തിൽ ആലാപനത്തിന് മൃദുല വാര്യർക്കും അഭിനയത്തിന് സനുഷയ്ക്കും, സംഗീത സംവിധാനത്തിന് അഫ്സൽ യൂസഫിനും അഭിനയത്തിന് കലാഭവൻ ഷാജുവിനും അർഹനായി. മികച്ച സിനിമാ ഗ്രന്ഥമായി കാഴ്ചയുടെ സത്യം തിരഞ്ഞെടുക്കപ്പെട്ടു. ശരവണബാബ മഠത്തിന്റെയും ശരവണ ബാബ ജ്ഞാനകേന്ദ്ര സ്കൂളിന്റെയും വാർഷിക മഹോത്സവം എരഞ്ഞിപ്പാലം ആശീർവാദ് ലോൺസിൽ നടന്നു. MP രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശരവണബാബ മഠത്തിന്റെയും ശരവണബാബ ജ്ഞാനകേന്ദ്ര സ്കൂളിന്റെയും വാർഷിക മഹോത്സവമാണ് എരഞ്ഞിപ്പാലം ആശീർവാദ് ലോൺസിൽ നടന്നത്. സദ്ഗുരു ശരവണബാബ ദീപപ്രോജ്വലനം നടത്തി. MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആത്മീയതയിലൂടെ വിശ്വസഹോദര്യമെന്ന ആശയം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് ഉദാത്തമായ മനുഷ്യ സ്നേഹം ജനമനസ്സുകളിലേക്ക് ചൊരിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ലോകമാകെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വാമിജിയുടെ അനുഗ്രഹം തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ അടിക്കലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇവിടെ സ്വാമിജി സ്ഥാപിക്കപ്പെട്ട ഈ ജ്ഞാനകേന്ദ്ര വിദ്യാലയം എനിക്ക് തോന്നുന്നത് വളരെ അർഹതപ്പെട്ട ഒരു പണ്ഡിതന്റെ കൈകളിലാണ് ഇതിന്റെ നേതൃത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. ബാംഗ്ലൂർ IIM ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രൊഫസർ രാംനാഥ് നാരായണ സ്വാമിജിയുടെ കൈകളിലാണ്. ശരവണബാബ മഠം പുരസ്കാരം പരിപാടിയിൽ MK രാഘവൻ MP ചലച്ചിത്ര പിന്നണി ഗായിക മാധുരിക്ക് സമർപ്പിച്ചു. പ്രൊഫസർ രാംനാഥ് നാരായണ സ്വാമി അധ്യക്ഷത വഹിച്ചു. ജ്ഞാനകേന്ദ്ര സ്കൂൾ HM ഷിംല സുഗുൺ ബാബു, കോർപ്പറേഷൻ കൌൺസിലർ K ശ്രീകുമാർ, TS മുരളീധരൻ, TS വാസുദേവൻ, ഗായകൻ സുനിൽകുമാർ, പ്രമോജ് പ്രഭാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ശരവണബാബ ജ്ഞാനകേന്ദ്ര സ്കൂൾ വിദ്യാർത്ഥികളും ശരവണബാബ മഠ കലാവിഭാഗവും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നടന്നു. वसिष्ठ वामदेवादिवन्दित महागणपतिं मनसा स्मरामि महागणपतिं वसिष्ठ वामदेवादिवन्दित महागणपतिं. കോഴിക്കോട് കോർപ്പറേഷനും കേരള ലളിതകലാ അക്കാദമിയും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രിയപ്പെട്ട MT സമാപനം ഏപ്രിൽ 24-ന് കോഴിക്കോട് ടാഗോർ സെന്ററി ഹാളിൽ നടക്കും. കോഴിക്കോട് കോർപ്പറേഷനും കേരള ലളിതകലാ അക്കാദമിയും ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രിയപ്പെട്ട MT ഏപ്രിൽ 24-ന് കോഴിക്കോട് ടാഗോർ സെന്ററി ഹാളിൽ നടക്കും. രാവിലെ 8 മുതൽ രാത്രി 9 വരെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വൈസ് ചാൻസലർ K മാധവൻ പ്രിയപ്പെട്ട MT പരിപാടി ഉദ്ഘാടനം ചെയ്യും. വ്യക്തിപരമായി പറഞ്ഞാൽ MTയുടെ ഒരുവക എല്ലാ കഥകളും നോവലുകളും വായിച്ചുകൊണ്ട് വളർന്നു എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ
കോഴിക്കോട് കോർപ്പറേഷനും ഏഷ്യാനെറ്റും കേരള ലളിതകലാ അക്കാദമിയും ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട MT എന്ന ഒരു പരിപാടി ഏഷ്യാനെറ്റ് മുൻകൈയെടുത്തുകൊണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ചേരാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. വൈവിധ്യമാർന്ന പരിപാടികളാണ് കോഴിക്കോട് ജനാവലിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രേംജം അധ്യക്ഷത വഹിക്കും. സാഹിത്യ സമ്മേളനം പ്രശസ്ത തമിഴ് സാഹിത്യകാരി ശിവശങ്കരി ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ MN കാരശ്ശേരി, MGS നാരായണൻ എന്നിവർ പങ്കെടുക്കും. MTയുടെ മകളും നർത്തകിയുമായ അശ്വതി ശ്രീകാന്തും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തശില്പവും മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ ട്രിപ്പിൾ തായമ്പുകയോടെ പ്രിയപ്പെട്ട MTക്ക് സമാപനമാകുമെന്ന് മേയർ പ്രേംജം, പ്രദീപ് കുമാർ MLA, KP ജയദീപ്, NK രവീന്ദ്രൻ, മാങ്ങാട്ട് രത്നാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്പോധ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി മധ്യവേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 23 മുതൽ 28 വരെ തളി NSS സ്കൂളിലാണ് ക്യാമ്പ്. സമ്പോധ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് പൂന്തേനരുവി എന്ന പേരിൽ മധ്യവേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 5 മുതൽ 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ക്യാമ്പ് ഒരുക്കുന്നത്. കോഴിക്കോട് നടത്തുന്ന ആദ്യത്തെ ക്യാമ്പാണ് കുട്ടികൾക്കുള്ള ക്യാമ്പ് പൂന്തേനരുവി. ഇത് മുമ്പേ ഇപ്പൊ തിരുവനന്തപുരത്ത് കഴിഞ്ഞു, പാലക്കാട്, കൊല്ലം, അമ്പലപ്പുഴ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ നടത്തുന്നുണ്ട്. കോഴിക്കോട് ഇതാദ്യമായിട്ടാണ്. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാമ്പാണ്. വ്യത്യസ്തം എന്ന് പറയുന്നത്, സാധാരണ നമ്മളിപ്പോ രജിസ്ട്രേഷന് വേണ്ടി പിന്നെ പാരന്റ്സ് ഒക്കെ വിളിക്കുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് കുട്ടികളെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ, ഇതൊക്കെയാണ് സാധാരണ ക്യാമ്പുകളിൽ നടക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ച് സ്വാമിജിയുടെ ഗൈഡൻസ് ആണ് അവിടെയുള്ള, ഞങ്ങൾക്ക് ആ ഗൈഡൻസിലാണ് ഞങ്ങളത് ചെയ്യുന്നത്. സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിയുടെ മാർഗനിർദ്ദേശത്തിൽ തളി NSS സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത്. ഭഗവത്ഗീത പഠനം, ശാസ്ത്ര പരിചയം, തിയേറ്റർ വർക്ക്ഷോപ്പ്, കാട്ടിലേക്കൊരു യാത്ര എന്നിവയാണ് 6 ദിവസ ക്യാമ്പിലുള്ളത്. 100% വിജയവുമായി എലത്തൂരിലെ CMC ഗേൾസ് സ്കൂളും CMC ബോയ്സ് സ്കൂളും. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ വിദ്യാലയങ്ങളുടെ വിജയത്തിനു പിന്നിൽ. സാമൂഹ്യപരമായും സാമ്പത്തികപരമായും പിന്നോക്കം നിൽക്കുന്ന തീരദേശ മേഖലയായ എലത്തൂരിലെ CMC ഗേൾസ് ഹൈസ്കൂൾ, CMC ബോയ്സ് ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളാണ് SSLC പരീക്ഷയിൽ 100% വിജയം നേടി ചരിത്ര നേട്ടം കൈവരിച്ചത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പരിശ്രമമാണ് ഈ വിദ്യാലയങ്ങളെ 100ന്റെ മികവിലെത്തിച്ചത്. രാത്രികാല ക്ലാസുകൾ, സഹവാസ ക്യാമ്പുകൾ, അയൽപ്പക്ക പഠന കേന്ദ്രങ്ങൾ, പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള പ്രഗത്ഭരുടെ ക്ലാസുകൾ എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് CMC സ്കൂളിനെ വിജയപാതയിലെത്തിച്ചത്. മീഞ്ചന്ത ബൈപ്പാസിന് സമീപം റോഡരികിൽ അലക്ഷ്യമായി മാലിന്യങ്ങൾ തള്ളുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. രൂക്ഷമായ മാലിന്യഗന്ധം മൂലം സമീപ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. മീഞ്ചന്ത ബൈപ്പാസിന് സമീപം റോഡരികിൽ അലക്ഷ്യമായി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. മാലിന്യങ്ങളുടെ രൂക്ഷമായ ഗന്ധം കാരണം സമീപ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. 23 വർഷമായി ഞാൻ അവിടെ ഈ സ്ഥലത്ത് താമസിക്കുന്നത്, ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചാൽ ആ വേസ്റ്റ് ഒന്നും അവിടെ ഇടല്ലായിരുന്നു. അതുവരെ അങ്ങോട്ട് കോർപ്പറേഷനും ഇങ്ങോട്ട് പഞ്ചായത്ത് വരുന്നു ആദ്യം. ഇപ്പോഴാണത് ഫുള്ള് കോർപ്പറേഷൻ ആയത്. അപ്പോൾ അതുവരെ ഞങ്ങൾ അവിടെ ബോർഡൊക്കെ വെച്ച് നല്ല ചിത്രമൊക്കെ വരച്ച് വെച്ചിരുന്നു, ഇവിടെ വേസ്റ്റ് ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എല്ലാവരും രാത്രി ആകുമ്പോൾ അത് കംപ്ലീറ്റ് വേസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യണവർക്കൊന്നും പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പല അസുഖങ്ങളുള്ളതല്ലേ. അപ്പോഴാണെന്ന് വെച്ചാൽ വല്ല എന്താ ചത്തതായാലും വേണ്ടില്ല, നായ ചത്തതായാലും വേണ്ടില്ല, കോഴീൻ്റെ വേസ്റ്റ് ആയാലും വേണ്ടില്ല, ഒന്നായിട്ട് കൊണ്ടുവന്ന് കാറിൽ നിന്ന് അങ്ങ് തള്ളിപ്പോവും. അപ്പോൾ നമുക്ക് പകലല്ലേ നോക്കാൻ പറ്റുള്ളൂ, രാത്രി നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ അവിടെ വേസ്റ്റ് ഇട്ട് വെക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് മാലിന്യങ്ങൾ തള്ളുന്നത്. നിരവധി തവണ കോർപ്പറേഷൻ ജീവനക്കാർ മാലിന്യത്തിൽ തീയിടാറുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ യാത്രികർ വീണ്ടും മാലിന്യങ്ങൾ തള്ളുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന ആവശ്യമാണ് ജനങ്ങൾക്കുള്ളത്. 15 വർഷത്തോളമായി സെവൻസ് ഫുട്ബോൾ റഫറിയായി പ്രവർത്തിക്കുകയാണ് ചെലവൂർ സ്വദേശി BM മുഹമ്മദ്. ഇന്ത്യക്കകത്തും പുറത്തും നിരവധി ടൂർണമെന്റുകളിൽ ഇദ്ദേഹം റഫറിയായിട്ടുണ്ട്. ചെലവൂർ സ്വദേശിയായ മുഹമ്മദ് നിരവധി സെവൻസ് ടൂർണമെന്റുകളിൽ റഫറിയായി പ്രവർത്തിക്കുന്നു. കേരളത്തിനകത്തും പുറത്തും നിരവധി ടൂർണമെന്റുകൾ ഇദ്ദേഹം നിയന്ത്രിച്ചിട്ടുണ്ട്. 15 വയസ്സ് മുതൽ തുടങ്ങിയതാണ് ഇദ്ദേഹത്തിന് ഫുട്ബോളിനോടുള്ള കമ്പം. കാലിക്കറ്റ് ഫുട്ബോൾ അസോസിയേഷൻ സ്പെഷ്യൽ അവാർഡും കാലിക്കറ്റ് ഫുട്ബോൾ അസോസിയേഷൻ കോച്ചിംഗ് സർട്ടിഫിക്കറ്റ് അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ചെലവൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാസ്ക് ഫുട്ബോൾ അക്കാദമി എന്നൊരു കോച്ചിംഗ് ക്യാമ്പും ഇദ്ദേഹത്തിനായുണ്ട്. 2 വർഷത്തോളമായി അക്കാദമി പ്രവർത്തന സജ്ജമായിട്ട്. കാസ്ക് ചെലവൂരിന്റെ ആഭിമുഖ്യത്തിൽ 2 വർഷമായി ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ചെലവൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുക. 10-നും 14 വയസ്സിനിടയ്ക്കുള്ള കുട്ടികളെ, ഭാവി തലമുറകളെ
വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടുകൂടി ചെലവൂരിലെ ചെറുപ്പക്കാരായ ആളുകൾ, ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ് ഈ കാസ്ക് ഫുട്ബോൾ അക്കാദമി രൂപീകരിച്ചത്. അത് 2 വർഷമായി വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 40ഓളം കുട്ടികൾ ആ ക്ലാസ്സിലുണ്ട്. വെക്കേഷൻ സമയത്താണ് ഈ ക്യാമ്പ് നടക്കുന്നത്. 7 മണി മുതൽ 8:30 വരെയാണ് ക്യാമ്പ് സമയം. സ്കൂൾ സമയത്ത് ശനി ഞായറുമാണ് ക്ലാസ് നടക്കുന്നത്. ഇനി ഈ വർഷം പുതിയ ഒരു ബാച്ച് കൂടി ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കോച്ചിംഗ് ക്യാമ്പിൽ മുഹമ്മദിനെ സഹായിക്കാനായി ഇന്റർനാഷണൽ പ്രേംനാഥ് ഫിലിപ്പും കൂടെയുണ്ട്. പുതുതലമുറ സ്പോർട്സിനെ ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രം സമീപിക്കുന്ന രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഫുട്ബോളിന് പുറമെ മുഹമ്മദ് 25 വർഷമായി പാരമ്പര്യ ആയുർവേദ ചികിത്സകൻ കൂടിയാണ്. മലാപ്പറമ്പ് AUP സ്കൂൾ കെട്ടിടം തകർത്തിട്ട് 10 ദിവസമായിട്ടും പ്രതിയെ പിടികൂടാനായില്ല. സംഭവം നടന്ന ദിവസങ്ങളായിട്ടും പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. മലാപ്പറമ്പ് AUP സ്കൂൾ കെട്ടിടം തകർത്തിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന മാനേജരെ പിടികൂടാനായിട്ടില്ല. മാനേജർ പദവിയിൽ നിന്ന് അയോഗ്യനാക്കിയ ഇദ്ദേഹത്തിനെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ചേവായൂർ പോലീസ് കേസെടുത്തത്. സംഭവം നടന്ന ദിവസങ്ങളായിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ഏപ്രിൽ 10 രാത്രിയാണ് സ്കൂൾ കെട്ടിടം തകർത്തത്. അടച്ചുപൂട്ടൽ ഭീഷണിയുള്ള സ്കൂൾ മാനേജർ പൊളിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. ഇദ്ദേഹം ഒളിവിൽ പോയതോടെ ഇക്കാര്യം ഉറപ്പിക്കുകയും ചെയ്തു. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മാനേജരെ അയോഗ്യനാക്കാൻ സ്കൂൾ പുനർനിർമ്മാണം സർവകക്ഷി യോഗം തീരുമാനിച്ചത്. മാനേജറുടെ ചുമതല സിറ്റി AEOക്ക് നൽകിയിരുന്നെങ്കിലും AEOക്ക് ഉത്തരവ് ലഭിച്ചിട്ടില്ല. അതിനിടെയാണ് സ്കൂൾ പുനർനിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് സ്കൂൾ പൊളിച്ച സംഭവം അന്വേഷിക്കുന്നത്. ചുടുകാടുപറമ്പ് മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. പകൽ സമയം പോലും പുറത്തിറങ്ങാൻ ഭയക്കുകയാണ് പരിസരവാസികൾ. തെരുവു നായ്ക്കളെ പേടിച്ച് പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ ഭയക്കുകയാണ് സെൻട്രൽ മാർക്കറ്റിന് സമീപമുള്ള ചുടുകാടുപറമ്പ് നിവാസികൾ. ചെറൂട്ടി റോഡിൽ സിൻഡിക്കേറ്റ് ബാങ്കിന് പിറകുവശത്തുള്ള കാട് പിടിച്ചു കിടക്കുന്ന പറമ്പാണ് നായ്ക്കളുടെ സ്വൈരവിഹാര കേന്ദ്രം. സ്വകാര്യ വ്യക്തിയുടേതാണ് സ്ഥലം. വീട്ടിൽ വളർത്തുന്ന കോഴിയെയും താറാവിനെയും സ്ഥിരമായി നായ്ക്കൾ പിടികൂടാറുണ്ട്. കളിക്കാൻ വേണ്ടി കുട്ടികൾ പുറത്തിറങ്ങിയാൽ വീട്ടുകാർക്ക് ആദിയാണ്. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ നായശല്യം കൂടുതൽ രൂക്ഷമാവും. അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നായ്ക്കളെ ശല്യം വല്ലാതെ ഉണ്ട്. പിന്നെ അയിലൊക്കെ പായണതും കുട്ടികൾ കയ്യാൻ്റെ പായണതും മതിൽമക്കൂടെ ഓടി വരുന്നതൊക്കെ ഉണ്ട്. കോഴിക്കളെ പിടിച്ചുകൊണ്ടോണത് അതൊക്കെ ഭയങ്കര ശല്യം. പച്ചാ പകൽ തന്നെ നായ്ക്കൾ പായുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു നടപടി എടുക്കണം. നായ്ക്കളെ കൊല്ലാൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇവരെ കൈയൊഴുകയാണ് അധികൃതർ. പിടികൂടി കൂട്ടിലടയ്ക്കാനുള്ള നടപടിയെങ്കിലും സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എല്ലാരോടും ആരോടും പറയാം, നമ്മൾ പാർട്ടിക്കാരോടൊക്കെ പറഞ്ഞിട്ടോ ആര് പറഞ്ഞാലോ ഇതിപ്പോ നായനെ പിടിക്കാനുള്ള നിയമമില്ല, നായനെ കൊല്ലാൻ നിയമമില്ല. പിരാന്ത് കളിയാലാണെങ്കിലും പിരാന്തി എന്ന കളിയ നായാണെങ്കിലും ആൾക്കാർക്ക് അടിച്ച് തിന്നോളുക, എന്നാലും ഓല് കൊല്ലൂല. അതാണ് ഇപ്പോഴത്തെ നിയമം. അതിനെക്കൊണ്ട് ആ നിയമത്തിനൊന്നും ഇപ്പൊ നമുക്ക് നിൽക്കാൻ കഴിയില്ല. ഇവരെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുക. ഓരോ നിമിഷവും ഭീതിയോടെയാണ് ഇവർ ജീവിക്കുന്നത്. നായ്ക്കളെ പേടിക്കാതെ സമാധാനപൂർവ്വം ജീവിക്കാമെന്ന പ്രതീക്ഷയിലാണ് ചുടുകാടുപറമ്പ് നിവാസികൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ ഉയർത്തെഴുന്നേൽപ്പിന്റെ നിറവിൽ ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. മലാപ്പറമ്പ് AUP സ്കൂളിന്റെ പുനർനിർമ്മാണ ജോലികൾ ആരംഭിച്ചു. വെള്ളവും വെളിച്ചവുമില്ലാതെ കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ്. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.